ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് ഒരു ട്രൈപോഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പ്ലസ് അതിന് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട്. ഇത് സ്റ്റാൻഡും റിംഗ് ലൈറ്റും. സ്റ്റാൻഡിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ റിംഗ് ലൈറ്റും ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ കുട്ടി കുട്ടി സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ കുഞ്ഞൊരു സ്റ്റാൻഡ് പോലെ തോന്നി, പക്ഷേ അങ്ങനെയല്ല. അതിനകത്ത് കുറേ സ്ക്രൂ പോലത്തെ സംഭവം നമ്മൾ ലൂസ് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രൈപോഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ നമുക്ക് സ്ക്രൂ ചെയ്ത് ഇതിൻ്റെ ബോട്ടം സൈഡിലും നടുക്കും അതേപോലെ 3 ലോക്കാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് റിംഗ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. റിംഗ് ലൈറ്റിനകത്ത് ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും ആ പ്രൈസിന്, മീഷോൻ്റെ പ്രൈസിന് ഓക്കെയാണ്. ഇതാണ് റിംഗ് ലൈറ്റ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതേപോലെ സ്ക്രൂവിനകത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിടണം. അതിന് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റാൻഡിലുള്ള സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇതേപോലത്തെ 4 കുഞ്ഞു സാധനങ്ങൾ എന്തൊക്കെ എവിടെ വെക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇതെടുത്തിട്ട് ആ സ്ക്രൂവിനകത്തോട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സംഭവം കൊണ്ട് ഇത് വെച്ച് നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറേ കുട്ടി കുട്ടി സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കണ്ട് ഇവിടെ ഫോൺ ഹോൾഡർ വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിപ്പോൾ നല്ല ഫ്ലെക്സിബിളാണ്. നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇതിൻ്റെ ഹെൽപ്പ് വെച്ച് തിരിച്ച് വെക്കാം. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രൂവും ആ ഒരു ഹോൾഡറും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അതിനൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഹോൾഡർ വെച്ച് നമുക്ക് ഫോണിനെ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ വെക്കാൻ പറ്റും. ഇനി ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്രൂ ഒന്നും ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഫോണും സ്റ്റാൻഡും എല്ലാം കൂടെ താഴെ കിടക്കും. ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഈ ഒരു സംഭവം ബാക്കി ഇതിനി എവിടെയാണോ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ നോക്കിയിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെയും സ്റ്റാൻഡിൻ്റെ ഇടയ്ക്ക് ഒരു ബേസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് സ്ക്രൂ പോലത്തെ സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ടൈറ്ററും ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇനി ആ റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൻ വന്ന് ചോദിച്ചു എല്ലാം സെറ്റായോ എന്ന്. റിംഗ് ലൈറ്റൊക്കെ അങ്ങനെ വെച്ചു. അപ്പോൾ സ്റ്റാൻഡും റിംഗ് ലൈറ്റും ഒക്കെ ഫിക്സായി. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്കാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 ബട്ടണാണുള്ളത്. ഒന്ന് പവർ ഓൺ ബട്ടണും, ലൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും, പിന്നെ ലൈറ്റ് ചേഞ്ച് ചെയ്യാനും. ഇത് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ അഡാപ്റ്ററിനകത്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൊള്ളാമല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ലൈറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഇത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഞാൻ കുറച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ്, ഇത്രയുണ്ട് ലൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റാ, ബൈ.